പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പ്രകോപനപരമായ പ്രസംഗം നടത്തിയെന്ന പരാതിയിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവും എംപിയുമായ അഭിഷേക് ബാനർജിക്കെതിരെ കേസ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ പരസ്യമായി ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണത്തിൽ ബിധാനഗർ സൈബർ ക്രൈം പോലീസാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. ഭാരതീയ ന്യായ സംഹിതയിലെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതിന് തൊട്ടുപിന്നാലെയാണ് തൃണമൂൽ ക്യാമ്പിനെ ഞെട്ടിച്ചുകൊണ്ട് രണ്ടാം നിര നേതാവായ അഭിഷേക് ബാനർജിക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. സാമൂഹിക പ്രവർത്തകനായ രാജീവ് സർക്കാർ നൽകിയ പരാതിയിലാണ് നടപടി. ഏപ്രിൽ 27 മുതൽ മെയ് 3 വരെയുള്ള കാലയളവിൽ വിവിധ തെരഞ്ഞെടുപ്പ് റാലികളിലും കൊൽക്കത്തയിലെ റോഡ് ഷോയിലും അഭിഷേക് ബാനർജി നടത്തിയ പ്രസ്താവനകൾ ജനങ്ങൾക്കിടയിൽ വിദ്വേഷം വളർത്തുന്നതും പൊതുസമാധാനം തകർക്കുന്നതുമാണെന്ന് പരാതിയിൽ പറയുന്നു. കേന്ദ്ര സുരക്ഷയില്ലാതെ പൊതുജനങ്ങളെ നേരിടാൻ അമിത്ഷായെയും BJP നേതാക്കളെയും വെല്ലുവിളിച്ച അഭിഷേക് കടുത്ത ഭാഷയിലാണ് റാലികളിൽ സംസാരിച്ചത്. ജനങ്ങൾക്കിടയിൽ ലഹളയും ഭീതിയും ഉണ്ടാക്കാൻ ഈ പ്രസംഗങ്ങൾ കാരണമായെന്നാണ് എഫ്ഐആറിലുള്ളത്. 3 വർഷം വരെ തടവ് ലഭിക്കാവുന്നതും ജാമ്യമില്ലാത്തതുമായ വകുപ്പുകളാണ് അഭിഷേകിന് മേൽ ചുമത്തിയിരിക്കുന്നത്. ഇതിനു പുറമെ ജനപ്രാതിനിധ്യ നിയമപ്രകാരമുള്ള ചട്ടലംഘനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജനം, ഡൽഹി.